സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ ഛായാഗ്രഹകൻ സമീർ താഹിറിനെ വൈകാതെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ഹാജരാവാനുള്ള നോട്ടീസ് സമീർ താഹിറിന് എക്സൈസ് നൽകിയിട്ടുണ്ട്. സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ പരിചയപ്പെടുത്തിയ സംവിധായകരുടെ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇയാളെ കേസിൽ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്നാണ് എക്സൈസ് പറയുന്നത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ വിശദാംശങ്ങളും എക്സൈസ് ശേഖരിച്ചു. സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കിടക്കുകയാണ്. സംവിധായകർ പ്രതികളായ ഈ കഞ്ചാവ് കേസിലാണ്. ഫ്ളാറ്റിന്റെ ഉടമ സമീർ താഹിറാണ്. അതുകൊണ്ട് സമീർ താഹിറിലേക്കും അന്വേഷണം കടക്കുന്നു എന്നാണ് സാഹചര്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ നീക്കം? പോലീസും എക്സൈസും സമീർ താഹിറിനെ വിളിച്ചു വരുത്താനാണോ നീക്കം? സജിത്ത്, കഴിഞ്ഞ ദിവസമാണ് എക്സൈസ് സമീർ താഹിറിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അത് ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ രാവിലെ അറിയിച്ചത്. അങ്ങനെയാണ് അത് അക്നോളജ്ഡ് ആണ്. അത് ഇന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അവർ രാവിലെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 മാസം മുൻപ് തന്നെ ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായി വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് എക്സൈസ് ഈ ഫ്ളാറ്റിനെ കേന്ദ്രീകരിച്ച് ഈ ഫ്ളാറ്റ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. അതേ തുടർന്ന് ഇവിടേക്ക് കഞ്ചാവ് എത്തിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം സംവിധായകർ ഫ്ളാറ്റിലുണ്ടെന്നോ അല്ലെങ്കിൽ സംവിധായകരായിരുന്നു ലഹരി ഉപയോഗിച്ചതെന്നോ എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഒരു പ്രവാസി മലയാളി, ഓസ്ട്രേലിയൻ പ്രവാസി മലയാളിയായ ഒരാൾ ഇവിടേക്ക് കഞ്ചാവ് എത്തിക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് എക്സൈസ് അവിടെ പരിശോധനയ്ക്ക് ചെയ്തത്. തുടർന്നാണ് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉണ്ടായിരുന്നതും അവരിൽ നിന്നും 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 1.5 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് എക്സൈസിന്റെ കേസിൽ കണക്കിലെടുക്കുമ്പോൾ വളരെ ചെറിയ കേസാണ്. അതായത് 999 ഗ്രാം വരെയുള്ള സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഈ കേസ് പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുമാണ്. പക്ഷേ 1.5 ഗ്രാം, അതായത് ഈ ചെറിയ അളവ് കഞ്ചാവ് എന്നതിനേക്കാൾ ഉപരി ഈ ഒരു കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ, അതായത് അത് ക്രഷ് ചെയ്യാനുള്ള, പൊടിക്കാനുള്ള ഉപകരണവും അതുപോലെ തന്നെ അത് വലിക്കാനുള്ള ഉപകരണവും ഇവരിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള സാഹചര്യം എക്സൈസ് കുറച്ചുകൂടെ ഗുരുതരമായാണ് കാണുന്നത്. കാരണം ഇത്തരം ഒരു ഉപയോഗം തുടരെ ഉണ്ടാകുന്നു എന്നുള്ള അനുമാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ്. അതേസമയം ഖാലിദ് റഹ്മാൻ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് അന്വേഷണം തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നും എക്സൈസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം താൻ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറായി അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് ഖാലിദ് റഹ്മാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അയാളുടെ ഐഡന്റിറ്റി പുറത്താകാതിരിക്കാനുള്ള നീക്കമായിരുന്നിരിക്കുക. എന്നിരുന്നാൽ പോലും അത് പിന്നീട് ഈ 2 സംവിധായകരാണെന്ന് എക്സൈസിന് മനസ്സിലാവുകയും തുടർന്നാണ് ഇത് സിനിമാ രംഗത്തേക്ക്, അതായത് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകളിൽ തുടങ്ങി വെച്ച അന്വേഷണം ഇങ്ങനെ ഈ ശൃംഖലയായി നീളുകയാണ് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലായിരുന്നു എക്സൈസ്. ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത അളവ് പറയുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ലഭിക്കാവുന്നതാണെങ്കിൽ പോലും ഇതിനെ അങ്ങേയറ്റം ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. സാഹിർ തമീറിന് ഈ കേസുമായി ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചത്, ലഹരി ഉപയോഗിച്ചത്, അതിനാണ് ഫ്ളാറ്റ് വിട്ടുകൊടുത്തത് എന്നുള്ള കാര്യത്തിൽ, അതായത് ലഹരി ഉപയോഗിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയും സ്ഥലം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ്. അത്തരത്തിൽ അയാളെ കേസിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരും. അത് ഈ സാഹിർ തമീറിനെ ചോദ്യം ചെയ്ത ശേഷമേ അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. എന്തായാലും അന്വേഷണവുമായി മുൻപോട്ട് തന്നെയാണ് എക്സൈസ് ഉള്ളത്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഈ ഫ്ളാറ്റ് നിരീക്ഷണത്തിലുമാണ് എന്ന് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചത്. സരി.